ഇപ്പൊ സംഭവിച്ചിട്ടുള്ള ആൾക്കാരെ പൊളിച്ചെടുക്കാണ്, ഡോർ പൊളിച്ചെടുക്കാണ് ആള്. അല്ല മൂപ്പരിമേക്കോട്ടെ, ഒരു മിനിറ്റ് പോലെ 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 അയാളും പോന്നോട്ടെ, അയാളും പോന്നോട്ടെ. ഡ്രൈവറെ കിട്ടുന്നില്ല. കിട്ടിയ ആളിറങ്ങി, അതിലിറങ്ങിയാ നിൽക്കാനല്ല, ഒരു മിനിറ്റ് പോലെ പോലെ. നിങ്ങൾക്ക് അറിയില്ലേ, സ്ഥലം അറിയില്ലേ? മിംസിക്ക് കൊണ്ടേക്കോളാല്ലേ, മിംസിക്ക്. നല്ല ഇടി എന്ന് പറഞ്ഞാലും ഇടിച്ച് ആൾക്കാർക്ക് പരിക്കില്ല. പരിക്കെന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഇടിച്ചിട്ടുള്ള പരിക്കുള്ളൂ. ചോരയും കാര്യങ്ങളൊന്നും പൊട്ടുമുറിയൊന്നും കാണില്ല. വണ്ടി ഇടിച്ചിട്ടൊക്കെ കല്ല് നോക്കാം, കല്ല് പതിഞ്ഞൊക്കെ നോക്കി ഡിവൈഡറിൻ്റെ കല്ല് ഇതണ്ട. ആ ഇടിൻ്റെ ദമ്മുണ്ടേ കല്ല് കയറിക്കണതിനുള്ളിൽ, ആ ഡിവൈഡറുള്ള കല്ല് വണ്ടീൻ്റെ കോലം നോക്കും. ഇതണ്ട ഈ കോലത്തിലേക്കാണ് വണ്ടി. ഫ്രണ്ട് പോയി വണ്ടി കറങ്ങിയിട്ട് ഇടിച്ചതാണ്. ഓവർ സ്പീഡാണ്. ഫ്രണ്ട് ഒന്നും കുഴപ്പമില്ല. അവിടുന്ന് വരുന്ന വണ്ടിയാണ്, റോങ് സൈഡ് കൂടെ കയറി ഇടിച്ചൊന്നും അല്ല. അതേപോലെ അവിടുന്ന് വരുന്ന, അവിടുന്ന് വണ്ടി തിരിഞ്ഞ് കറങ്ങിയിട്ട് ഇടിച്ച്. ഇതാണ് കോലത്തിലേക്കാണ് വണ്ടി. ഈ മഴത്തെ നമ്മൾ സാധാരണ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മഴത്ത് തന്നാലെ വണ്ടി പാളിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്ക വണ്ടി. ഈ ഹൈവേയിൽ അങ്ങനെ കുറേ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വണ്ടിക്കൊന്നും ഇടിച്ചതല്ല, തന്നാലെ വന്ന് ഇടിച്ചതാണ്. അതാ ഇവിടെ ഈ ഡിവൈഡറിൽ ബാക്ക് ഭാഗം ഇടിച്ച് വണ്ടി കറങ്ങി വന്നിട്ടേ ബാക്ക് ഇടിച്ചതാണ്. ഇതാണ്ട് ഇവിടെ ഇതാ കറങ്ങി വന്ന് ബാക്ക് ഭാഗം ഇടിച്ചതുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു. വലിയ പരിക്കുകളൊന്നുമില്ല. വടി മുഴച്ച് അടിച്ചിട്ടുള്ള പരിക്കേ ഉള്ളൂ കണ്ടിട്ട്.